പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ രാഹുൽ KP ബ്ലാസ്റ്റേഴ്സ് വിട്ടത്. എന്നാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഇതുവരെയായിട്ടും രാഹുലിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല. എന്തായാലും അടുത്ത സമ്മറിൽ രാഹുലിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആരാധകർക്ക് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ചൊരു താരത്തെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ പകരക്കാരനായി ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു മലയാളി സൂപ്പർ താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയേക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഡെയിലി ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും മനോരമ ഡെയിലിയുടെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഡെയിലി പങ്കുവെക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ISLൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റിന്റെ മലയാളി സൂപ്പർ താരമായ ജിതിൻ എംഎസിനെയാണ് ഇപ്പോൾ രാഹുലിന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ മനോരമ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നോർത്ത് ഈസ്റ്റുമായിട്ട് ഇപ്പോൾ ജിതിൻ എംഎസിന്റെ കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മനോരമ ഡെയിലി പങ്കുവെക്കുന്നത്. എന്തായാലും അദ്ദേഹം എത്തുകയാണെങ്കിൽ രാഹുലിന്റെ പകരക്കാരൻ തന്നെയാവും ഈ താരമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതേ പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ഇവിടെയും നടത്താൻ സാധിക്കുമെന്നും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കൂടാതെ മലയാളി താരമായതുകൊണ്ട് തന്നെ ജിതിൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ നല്ല താല്പര്യം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്നാൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിതിൻ എംഎസിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകുമെന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്നാൽ ജിതിൻ എംഎസിന് ട്രാൻസ്ഫർ ഫീ കൊടുത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് ബിബിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രാഹുലിന്റെ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏജന്റ് 4 കോടി രൂപ ആവശ്യപ്പെടുത്തുകൊണ്ടാണ് ആ ഡീലിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പിന്മാറിയത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിലുള്ളത് ജിതിൻ എംഎസ് മാത്രമാണ്. എന്തായാലും എന്ത് വിധേനയും ജിതിൻ എംഎസിനെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ശ്രമമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഡെയിലി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.